ദശകം 15 ശ്ലോക 3. പ്രകൃതിഗതഗുണൗകൈः ന ആജ്യതി പൂരുഷ അയം യദിത്തു സജതി തസ്യാം തദഗുണഃ ഗുണാഃ തം ഭജേരൻ മദനുഭജന തത്വ ആലോചനൈः സ അഭിപേയാത് കപിലതനുഃ ഇതി ത്വം ദേവഹൂത്യൈ നഗാദി. പ്രകൃതിഗതഃ പ്രകൃതിയുടെ ഗുണൈകൈഹി ജനന മരണങ്ങളോടും സനാജ്യതേ ഒട്ടിപ്പിടിക്കുന്നില്ല പൂരുഷ ജീവനിൽ അയം ഈ യതി ശ്രദ്ധ മുഴുവൻ തു പ്രകൃതിയിലേക്ക് സജതി പോകുന്നതിൽ തസ്യാം പ്രകൃതിയുടെ നേരെ തദ് അപ്പോൾ ഗുണാഹ പ്രകൃതിയുടെ ഗുണം തം ബന്ധനസ്ഥർ ഭജേരൻ തന്നിൽ ലയിക്കും മദനു എന്നെ ഭജന ഭജിക്കുക തത്വാലോചനൈഹി തത്വം ആലോചിച്ച് അറിയുകയും സ അതോടുകൂടി അപി അപ്പോൾ അപേയാത് അറിയുന്നത് കൊണ്ട് കപിലതനുഹു കപിലമുനി ഇതിത്വം ഇപ്രകാരം അവിടുന്ന് ദേവഹൂത്യയ്ക്ക് നഗാദീഹി അരുളി ചെയ്തു. അപ്പോൾ ഈ ദശകത്തിൽ നമ്മൾ കപിലോപദേശത്തെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഈ ശ്ലോകത്തിൽ ആ കപിലമുനി തൻ്റെ അമ്മയായ ദേവഹൂതിക്ക് ഉപദേശിക്കുന്നതാണ് ഈ ശ്ലോകത്തിൽ വിശദീകരിക്കുന്നത്. ആ ഉപദേശത്തിൽ കപിലമുനി എന്താണ് പറയുന്നത്? പ്രകൃതിയുടെ ജനന മരണങ്ങൾക്ക് ആ രീതിയിലുള്ള ഓരോരോ അവസ്ഥയിലേക്കും നമ്മൾ മനസ്സുകൊണ്ട് ഒട്ടിപ്പിടിക്കുവാൻ പാടില്ല. ആ ജീവനിൽ മാത്രമാണ് നമ്മുടെ ശ്രദ്ധ. അതിൽ നിന്നും മാറി പ്രകൃതിയിലേക്ക് ആ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുകയും ആ പ്രകൃതിയുടെ നേരെ അപ്പോൾ ആ ഗുണങ്ങൾ പ്രകൃതിയുടെ ഗുണങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പ്രകൃതിയുമായിട്ടുള്ള ബന്ധനത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ ഭഗവാനെ തിരിച്ചറിയും. ഇതാണ് ഈ ലോകത്ത് നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ ഭഗവാനിൽ ലയിക്കുകയും അതിനപ്പുറം നമ്മൾ ഭജനത്തിലൂടെ തത്വത്തെ ആലോചിച്ച് അറിയുവാൻ സാധിക്കുകയും അങ്ങനെ അറിയുന്നതിലൂടെ നമ്മൾ ഭഗവാനെ അറിയുകയും അങ്ങനെ മോക്ഷം ലഭിക്കുകയും ചെയ്യുന്നു എന്നാണ് കപിലമുനി ആ ദേവഹൂതിക്ക് അരുളി ചെയ്തത്. ദൈത്യം സഹസ്രകവചം കവചൈ പരീതം സഹസ്രവത്സര തപസ്സമരാഭിലവ്യൈഃ പര്യായ നിർമ്മിത തപസ്സമരോ ഭവന്തൗ ശിഷ്ടൈക കങ്കടമമും ന്യകതാം സലീലം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.